ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച കുട്ടികളെ അനുമോദിച്ചു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും പ്രോഫിൻസ് അക്കാദമി പെരിന്തൽമണ്ണയുടെയും നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച കുട്ടികളെ അനുമോദിച്ചു. ടോപ്പേഴ്സ് മീറ്റ് പ്രസിഡന്റ് K. അശോക് കുമാർ ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്തമായി 9A+ കിട്ടിയതും 5A+ കിട്ടിയ കുട്ടികളെ കൂടി ഇവിടെ ഒന്ന് വിളിക്കണം, അനുമോദിക്കണം എന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത്. ഇതിലെല്ലാവരെയും നമ്മൾ വിളിക്കുകയും അനുമോദിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് തന്നെയാണ്. പരീക്ഷ എന്ന് നേരത്തെ ഞാൻ പറഞ്ഞതും ഒരു കാര്യത്തിൽ അങ്ങനെയാണ്. യഥാർത്ഥത്തിൽ പരീക്ഷ നടക്കേണ്ടത് എനിക്ക് തോന്നുന്ന കാര്യം കേട്ടോ, നിങ്ങൾക്ക് അത് തോന്നിക്കൊള്ളണമെന്നില്ല. യഥാർത്ഥത്തിൽ പരീക്ഷ നടക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലാണ്. നമ്മൾ നമ്മളെയാണ് പരീക്ഷിക്കേണ്ടത്. നമ്മൾ എങ്ങനെയാകും എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പരീക്ഷ ഞാൻ എനിക്ക് വേണ്ടി നടത്തണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. പല സംഗതികളാണ് മാർക്ക് നേടാനും മാർക്കിൽ പുറകിൽ പോകാനും സാഹചര്യമാണ് മനുഷ്യനെ അങ്ങനെയാക്കുന്നത്. ചില സാഹചര്യങ്ങളുണ്ടാവാം, പഠിക്കാൻ വീട്ടിലുള്ള സൗകര്യങ്ങൾ, വീട്ടിൽ സൗകര്യമില്ലായ്മ, പുറത്തു നിന്നുള്ള സപ്പോർട്ട്, ചില കുട്ടികൾക്ക് അത് കിട്ടില്ല. അങ്ങനെ കിട്ടുന്നവർ ചില കുട്ടികൾ പുറകിലേക്ക് പോകും, ചില കുട്ടികൾ മുമ്പിലേക്ക് വരും. അപ്പം നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നമുക്ക് എന്താണോ ഇഷ്ടം, ആ ഇഷ്ടം കണ്ടെത്താനും ആ ഇഷ്ടത്തെ പ്രോത്സാഹിപ്പിക്കാനും പറ്റാവുന്ന വിധത്തിലുള്ള രീതി നമുക്ക് തിരഞ്ഞെടുക്കാനാകണം. തീർച്ചയായും ഇപ്പോൾ നല്ല മാർക്ക് വാങ്ങിയ കുട്ടികളെല്ലാം വലിയ പ്രതിസന്ധിയിലാണ്. നല്ല മാർക്ക് വാങ്ങിയ കുട്ടികൾ എന്ത് സീറ്റ് എടുക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള വലിയ കൺഫ്യൂഷനിലാണ് ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. നല്ല മാർക്ക് വാങ്ങിയ കുട്ടികൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാവും. അപ്പോൾ നിങ്ങൾ നന്നായി നല്ലത് തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും നല്ലത് തിരഞ്ഞെടുക്കണമല്ലോ. അങ്ങനെ നല്ലത് തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് ആവണം. നല്ലത് തിരഞ്ഞെടുക്കുക എന്ന് നേരത്തെ പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് പിന്നീട് ഇപ്പൊ രക്ഷിതാക്കളെല്ലാം തയ്യാറല്ല. അത് ഇവിടെ കുറെ രക്ഷിതാക്കൾ ഇരിക്കുന്നുണ്ടല്ലോ. ഞാനും രക്ഷിതാവായിരുന്നു. എൻ്റെ മകളും ഒരു വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ സത്യത്തിൽ തയ്യാറില്ലായിരുന്നു. കാരണം അവൾക്ക് ഇഷ്ടപ്പെട്ടതല്ലേ കിട്ടുക. ഞാനെങ്ങാനും എൻ്റെ ഇഷ്ടം പറഞ്ഞ് അതിലേക്ക് അവർ പോയാലുള്ള സ്ഥിതി എന്താവും? ഇവിടെ ഇരിക്കുന്ന ഒരു രക്ഷിതാവ് കുട്ടിയോട് പറയുകയാണ്, നീ ഇതെടുക്ക്, ഈ വിഷയമാണ് നിനക്ക് പറ്റുക എന്ന് രക്ഷിതാവ് പറയും. കുട്ടി വേറൊരു ഇഷ്ടം ആണ് തിരഞ്ഞെടുക്കണമെന്ന് വിചാരിക്കുക. രക്ഷിതാവ് സാധാരണഗതിയിൽ കുട്ടി കണ്ടെത്തിയത് എടുത്തോ എന്ന് പറയും. കാരണം എന്താ? രക്ഷിതാവ് കണ്ടെത്തിയ വിഷയത്തിൽ ആ കുട്ടി പരാജയപ്പെട്ടാൽ തീർച്ചയായും കുട്ടി പറയും, നമ്മളെ കുറ്റപ്പെടുത്തും, രക്ഷിതാവിനെ കുറ്റപ്പെടുത്തും. നിങ്ങൾ കാരണമല്ലേ ഞാൻ ആ വിഷയം തിരഞ്ഞെടുത്തത്, അതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് പോയിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു പോകുമായിരുന്നു എന്ന് പറയും. പക്ഷെ പലപ്പോഴും തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും സംഗതികളെ തിരഞ്ഞെടുക്കാനാകണം. വിജയിച്ചവരും നമ്മളൊപ്പം കൂടെ ഇരുന്ന് പഠിച്ച് പുറകിൽ പോയവരെയൊക്കെ നമുക്ക് കൂടെ നിർത്താനും ചേർത്ത് പിടിക്കാനും ആകണം. അങ്ങനെയാണ് നമുക്ക് നമ്മുടെ സമൂഹത്തെ നല്ല സമൂഹമാക്കി നല്ല നാടാക്കി മാറ്റാനാവുക. തീർച്ചയായും ചെറുപ്പക്കാർ വഴിതെറ്റിപ്പോകുക എന്ന് പറഞ്ഞാൽ അറിയാലോ, പല ട്രാപ്പുകളിലും പോയി പെടുന്നതെല്ലാം ഇതുപോലെ നല്ല വിദ്യാഭ്യാസമുള്ള നല്ല ചുറ്റുപാടുള്ള പലരും ഇതുപോലെ മറ്റ് ഇതര വിഷയങ്ങളിൽ പോയി പെടുന്നതായിട്ടുള്ള പത്രവാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. തീർച്ചയായും അങ്ങനെയൊന്നല്ല വേണ്ടത്. നന്നായി നിൽക്കാനും നമ്മുടെ കൂടെ നിന്ന് പുറകിലേക്ക് പോയവരെയൊക്കെ ചേർത്ത് പിടിക്കാനും മുമ്പോട്ട് പോകാനും ആകും വിധം നമ്മുടെ മനസ്സിനെ പരുവപ്പെടുത്തി കൊണ്ടുവരിക എന്നത് കുട്ടികളെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വൈസ് പ്രസിഡന്റ് ജ്യോതി വാസൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കൃഷ്ണദാസ്, ബാല, PD ഗിരീഷ് കുമാർ, മെമ്പർമാരായ സുരേഷ് തെങ്ങിൻതോട്ടം, വിനോദ് കുമാർ, ജയകൃഷ്ണൻ, ജസീറ M, സവിത, ലക്ഷ്മിക്കുട്ടി, BDO പ്രവീൺ, BPO ഷാനീർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രോഫിൻസ് HOD റിയാസ് കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു. ഇതിനെയാണ് സത്യത്തിൽ കരിയർ. അപ്പൊ അങ്ങനെ പറയുമ്പോ മറുവശത്ത് നമ്മൾ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കണം, എല്ലാ ജോലിയിലും എന്തുണ്ട്? കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എന്റെ മക്കൾ അതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ചില ജോലികൾ മാത്രമാണ് സമൂഹത്തിൽ വിലയുള്ളത് എന്ന തെറ്റായ ധാരണ നമ്മൾ മാറ്റണം. ചില ആളുകൾക്ക് അങ്ങനെ ഒരു വിചാരമുണ്ട്, 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടി കഴിഞ്ഞാല് സയൻസ് തന്നെ എടുക്കണം. ഫുൾ A+കാരൻ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ എടുത്തു കഴിഞ്ഞാല് സമൂഹത്തിന് തന്നെ അവരെ 2ാം നമ്പറായി കാണുന്ന ഒരു സിസ്റ്റം. ഇപ്പോ വലിയ മാറ്റങ്ങളുണ്ട്. ഫുൾ A+കാരും കൊമേഴ്സും ഹ്യൂമാനിറ്റീസും ഒക്കെ എടുക്കുന്ന ഒരു ട്രെൻഡ് നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഇനിയും മാറേണ്ടതുണ്ട്. നമ്മുടെ ചിന്തയെ നമ്മൾ മാറ്റണം. എല്ലാ ജോലിയിലും കരിയറുണ്ട്. അതാണ് എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാനുള്ള ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ 2025 ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ ഉള്ള പത്രമായ ടൈംസ് ഓഫ് ഇന്ത്യ ഒരു സർവേ നടത്തി. ടൈംസ് ഓഫ് ഇന്ത്യ സർവേ നടത്തിയത് 20 വയസ്സിനും 55 വയസ്സിനും ഇടയിൽ പ്രായമുള്ള
ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഇടയിലാണ് സർവേയിൽ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഒറ്റ ചോദ്യമാണ് ആ സർവേയിൽ ആളുകൾ ചോദിക്കുന്നത്. ചോദ്യം ഇതാണ്: നിങ്ങളിപ്പോൾ ഏത് ജോലിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിങ്ങൾ 100% 100% സാറ്റിസ്ഫൈഡ് ആണോ, തൃപ്തരാണോ എന്നാണ് ചോദ്യം. ഒരൊറ്റ ചോദ്യമുള്ള സർവേയാണ്. ആരാ നടത്തുന്നത്? ടൈംസ് ഓഫ് ഇന്ത്യ നടത്തിയ സർവേയാണ്. ഇതിൽ അതിന്റെ റിപ്പോർട്ട് വരുമ്പോ ആ റിപ്പോർട്ട് വായിച്ച് ഞാൻ ആകെ ഷോക്കായി പോയി. ഇത് ഞാൻ പറയാൻ പോവാണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം, നിങ്ങളും ഷോക്കാവും. റിപ്പോർട്ടിൽ പറയുന്നു, സർവേയിൽ ഉത്തരം രേഖപ്പെടുത്തിയത് 1,20,000-ലധികം ആളുകളാണ്. ഇന്ത്യ ഒട്ടാകെ നടത്തിയതാണ്. 1,20,000-ലധികം ആളുകൾ സർവേയിൽ ആൻസർ രേഖപ്പെടുത്തിയതിൽ 8.1% ആളുകൾ 8.1% ആളുകളാണ് ഞങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഞങ്ങൾ തൃപ്തരാണ്, സംതൃപ്തരാണ് എന്ന് രേഖപ്പെടുത്തിയത്. ബാക്കിയുള്ള 91.9% ആളുകൾക്ക് എവിടെ പഴച്ചുപോയത്? അപ്പൊ നിങ്ങൾ വിചാരിക്കും ആ 91.9% ആളുകൾ അവരുടെ ജോലിയിൽ ഇപ്പൊ തൃപ്തരല്ല, അങ്ങനെയാണെങ്കിൽ അവർക്ക് ക്വാളിഫിക്കേഷൻ ഇല്ലാത്തത് കൊണ്ടായിരിക്കും. അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത്. ആ 91.9% ആളുകളിൽ ശ്രദ്ധിക്കണേ, ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഞാൻ സംതൃപ്തനല്ല എന്ന് രേഖപ്പെടുത്തിയ 91.9% ആളുകളിൽ പകുതിയിൽ കൂടുതൽ ആളുകളും പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവരാണ്, PG എടുത്തവരാണ്. അതിൽ തന്നെ 10% ആളുകൾ PhD സ്കോളേഴ്സ് ആണ്, PhD കഴിഞ്ഞവരാണ്. ഇത് ഞാൻ പറയുന്നതല്ല, ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ സന്ദർശിച്ചാൽ 2025 അവരുടെ സർവേ ഫലമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചത്. PhD ഒക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അവർക്ക് ആഗ്രഹിച്ച ഒരു ഫീൽഡിലേക്ക് എത്താൻ കഴിയുന്നില്ല? അവിടെയാണ് കരിയർ പ്ലാനിംഗ് എന്ന ടേമിന്റെ പ്രസക്തി കിടക്കുന്നത്. നിങ്ങളുടെ കരിയറിനെ, നിങ്ങളുടെ ലൈഫിനെ കൃത്യമായി നമ്മൾ പ്ലാൻ ചെയ്യണം. അപ്പോഴാണ് നേരത്തെ ഇവിടെ സംസാരിച്ചവരൊക്കെ പറഞ്ഞതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലിയിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. കരിയർ പ്ലാനിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിന് നമ്മൾ ഇത്ര പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ കരിയറിനെ പ്ലാൻ ചെയ്യാൻ നമ്മൾ ഫെയിൽ ആയി പോകുന്നു? നമ്മുടെ കരിയറിനെ അല്ലേ നമ്മൾ ശരിക്കും പ്ലാൻ ചെയ്യേണ്ടത് കൃത്യമായിട്ട്? ഏകദേശം 1.5 വർഷം മുമ്പ് കണ്ണൂരിലെ പാനൂർ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് കരിയർ ഗൈഡൻസുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സിന് എന്നെ വിളിച്ചപ്പോ ഞാൻ അവിടെ ചെന്നു. ഏകദേശം 10-200 കുട്ടികളുള്ള ഒരു ക്ലാസ്. ഞാൻ ഓരോരുത്തരോട് ചോദിച്ചു, കുറച്ച് മുമ്പിലിരിക്കുന്ന കുറച്ച് കുട്ടികളോട് ചോദിച്ചു, ഭാവിയിൽ എന്താവാനാണ് ആഗ്രഹം? സാധാരണ കിട്ടുന്ന പല ഉത്തരങ്ങളും കിട്ടി. ഡോക്ടർ ആവണം, പൈലറ്റ് ആവണം, എഞ്ചിനീയർ ആവണം, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണം എന്നൊക്കെ പറഞ്ഞ് പല സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരുപാട് ഉത്തരങ്ങൾ കിട്ടി. അതിൽ ഒരു പയ്യൻ എന്നെ അതിശയിപ്പിച്ചു. അവൻ എന്നോട് പറഞ്ഞു, സാർ എനിക്ക് റിസർവ് ബാങ്കിന്റെ ഗവർണർ ആവണം, എനിക്ക് റിസർവ് ബാങ്കിന്റെ ഗവർണർ ആവണം. ഞാൻ ഈ കരിയർ ഫീൽഡിൽ ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 6 വർഷം പിന്നിട്ടു. എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ആൻസർ അതിന് മുമ്പും കിട്ടിയിട്ടില്ല, അതിന് ശേഷവും കിട്ടിയിട്ടില്ല. 1.5 വർഷം മുമ്പ് കണ്ണൂരിലെ ഒരു പയ്യനാണ് എന്നോട് ഉത്തരം പറഞ്ഞത്, സർ എനിക്ക് റിസർവ് ബാങ്കിന്റെ ഗവർണർ ആവണം. എന്നെ അതിശയിച്ചു. ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ അവനെ അടുത്തേക്ക് വിളിച്ചു. ഞാൻ ചോദിച്ചു, മോനെ നീ വെറുതെ പറഞ്ഞതാണോ അതോ നീ കാര്യമായി പറഞ്ഞതാണോ? ഇല്ല സർ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, മോനെ നീ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? സർ ഞാൻ 8ാം ക്ലാസ്സിലാണ്. അപ്പോഴേക്കും എന്റെ എല്ലാ ഊർജ്ജവും പോയി. ഒരു 8ാം ക്ലാസ്സുകാരൻ റിസർവ് ബാങ്കിന്റെ ഗവർണർ ആവുന്നതിനെ കുറിച്ച് ഇപ്പോഴേ സ്വപ്നം കണ്ടു തുടങ്ങി. നമ്മുടെ നാട്ടിൽ മലയാളിയാണ് നമ്മളോ? ബ്ലോക്ക് പരിധിയിലെ 300-ലധികം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു.